കഥ പോത്തിനെ ആട് തിന്നു. രചന സത്യൻ താന്നിപ്പുഴ. അവതരണം തുഷാര. അമ്പിളി LKG ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരൊഴിവു ദിവസം അയൽപ്പക്കത്തെ ആതിര അമ്പിളിയുടെ വീട്ടിൽ വന്നു. ഇരുവരും കൂടി മുറ്റത്തിൻ്റെ അരികിൽ നിന്ന് പ്ലാവിൻ്റെ ചൂട്ടിലിരുന്ന് കളിച്ചു. മണ്ണപ്പം ഉണ്ടാക്കിയാണ് കളിച്ചത്. മണ്ണ് കുഴച്ച് ചിരട്ടയിൽ നിറച്ച് അമർത്തി താഴെ കമിഴ്ത്തി ചിരട്ട പൊക്കിയെടുത്തു. വീണ്ടും മണ്ണ് നിറച്ച് കമിഴ്ത്തി. ഇങ്ങനെ പ്ലാവിൻ്റെ ചുവട്ടിൽ നിറയെ അപ്പം ഉണ്ടാക്കി വെച്ചു. അമ്പിളിയുടെ മുത്തശ്ശി രാവിലെ കഞ്ഞി കുടിക്കാൻ പ്ലാവിലേക്ക് വേണ്ടി പ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്നു. മുത്തശ്ശിയെ കണ്ടപ്പോൾ അമ്പിളി ചോദിച്ചു, മുത്തശ്ശി, ഞങ്ങൾക്ക് പ്ലാവില കൊണ്ട് പോത്തിനെ ഉണ്ടാക്കി തരാമോ? തരാമല്ലോ, പ്ലാവില കൊണ്ടുപോവാ, മുത്തശ്ശി പറഞ്ഞു. കുട്ടികൾ പഴുത്ത പ്ലാവില എടുത്തുകൊണ്ട് കൊടുത്തു. മുത്തശ്ശി പ്ലാവില വാങ്ങി കുറുകെ മടക്കി നെറുകെ മടക്കുവരെ കീറി വീണ്ടും കുറുകെ മടക്കി വളച്ച് പിടിച്ച് ഒരു ഈർക്കിലി കുത്തി പോത്തിനെ ഉണ്ടാക്കി അമ്പിളിക്ക് കൊടുത്തു. കുട്ടിപ്പോത്തിനെ വാങ്ങി പ്ലാവിൻ ചുവട്ടിൽ വെച്ച് കൈകൊട്ടി ആർത്ത് ചിരിച്ചു. മുത്തശ്ശി, എനിക്കും വേണം പോത്തിനെ, ആതിര പറഞ്ഞു. ആതിരയ്ക്കും മുത്തശ്ശി പോത്തിനെ ഉണ്ടാക്കി കൊടുത്തു. ഇനിയും വേണം എന്ന് രണ്ടുപേരും ആവശ്യപ്പെട്ടു. മുത്തശ്ശി ഇരുവർക്കും വീണ്ടും വീണ്ടും പോത്തുകളെ ഉണ്ടാക്കി കൊടുത്തു. കുട്ടികൾ പ്ലാവിൻ്റെ ചുവട്ടിൽ നിരയായി പോത്തുകളെ നിരത്തി വെച്ചു. മുത്തശ്ശിയും കുട്ടികളും പോത്തുകളെ നോക്കിക്കൊണ്ട് ആഹ്ലാദിച്ചു. കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ മുത്തശ്ശി അമ്പിളിയുടെ തലയിൽ പ്ലാവില കൊണ്ട് തൊപ്പി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അമ്പിളി പറഞ്ഞു, മുത്തശ്ശി ആതിരയ്ക്കും ഒരു തൊപ്പി ഉണ്ടാക്കി കൊടുക്ക്. മുത്തശ്ശി തൊപ്പി ഉണ്ടാക്കി ആതിരയ്ക്കും കൊടുത്തു. രണ്ടുപേരും തൊപ്പി വെച്ച് തുള്ളി ചാടി കളിച്ചു. പോത്തിന് വെള്ളം കൊടുക്കാൻ പ്ലാവില പാത്രമുണ്ടാക്കി വെള്ളം കൊടുത്തു. കഞ്ഞിയും കറിയുമാണെന്ന് സങ്കല്പിച്ച് ചീരയിലയും ചാമ്പക്കയും പറിച്ച് പ്ലാവിലയിൽ വെച്ച് ആതിരയും അമ്പിളിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആതിരയുടെ അമ്മ വിളിച്ചു, മോളെ ആതിരേ, കഞ്ഞി കുടിക്കാൻ വാ. അമ്പിളി, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം, എന്നിട്ട് കളിക്കാം എന്ന് പറഞ്ഞ് ആതിര തൊപ്പി ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അമ്പിളിയും തൊപ്പിയെടുത്ത് പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പോയി. കഞ്ഞി കുടിക്കാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, അമ്മ ആടിനെ പറമ്പിൽ കെട്ടിയിട്ട് വരാം, മോൾക്ക് മുത്തശ്ശി കഞ്ഞി തരും. അമ്പിളിയും മുത്തശ്ശിയും കൂടി കഞ്ഞി കുടിച്ചു. വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആതിര വന്ന് വിളിച്ചു, അമ്പിളി വാ, നമുക്ക് പോത്തിന് പുല്ല് കൊടുക്കാം. ഇരുവരും കൂടി പ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്നു. മണ്ണപ്പം ചവിട്ടി നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടു. പോത്തിനെ ഒന്നിനെ പോലും കാണുന്നില്ല, തൊപ്പികളും കാണുന്നില്ല. എന്തുപറ്റി? അവർക്ക് സങ്കടം വന്നു. അവർ മുത്തശ്ശിയെ വിളിച്ച് വിവരം പറഞ്ഞു. മുത്തശ്ശി വന്ന് നോക്കി. മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി. പറമ്പിൽ തിന്നടക്കുന്ന ആടിനെ മുത്തശ്ശി കണ്ടു. അമ്മ കൊണ്ടുവന്നു കെട്ടിയ ആട് അഴിഞ്ഞു പോയതാണ്. ആടിൻ്റെ കാൽ ചവിട്ടടിയാണ് മണ്ണപ്പത്തിൽ കാണുന്നത്. മുത്തശ്ശി പറഞ്ഞു, മക്കളെ, പോത്തിനെ ആട് തിന്നു, നമുക്കിനി വേറെ ഉണ്ടാക്കാം. നന്ദി, നമസ്കാരം.